Which of the following options determines the percolation and water holding capacity of the soils? Soils in a percolation. എന്താണ് percolation എന്ന് പറഞ്ഞാൽ the ability of the water to pass through the small grain particles. അതായത് മണ്ണിലെ മൺതരികൾക്കിടയിലൂടെ വെള്ളത്തിന് ഊർന്നിറങ്ങാനുള്ള കപ്പാസിറ്റി എന്നാണ് പെർക്കുലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇവയെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. ഇതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇതിൽ ഏതാണെന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ഗ്രെയിൻ സൈസ്, സോയിൽ കോമ്പോസിഷൻ, അഗ്രിഗേഷൻ ആണ് ആൻസർ. സോ ദ ഗ്രെയിൻ സൈസ് കൂടുന്തോറും അവയ്ക്കിടയിലുള്ള സ്പേസസ് കൂടും. സോ ഇതിന്റെ ഇടയിൽ വാട്ടറിന് ഈസി ആയിട്ട് പെർക്കുലേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അതേപോലെ തന്നെ സോയിൽ കോമ്പോസിഷൻ, ഏത് സോയിൽ ടൈപ്പ് ആണ് അതിനനുസരിച്ച് പെർക്കുലേഷൻ ആൻഡ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി മാറുന്നുണ്ട്. ആൻഡ് ഫൈനലി അഗ്രിഗേഷൻ, എത്രമാത്രം ഈ സോയിൽ പാർട്ടിക്കിൾസ്, സോയിൽ ഗ്രെയിൻസ് അടുത്തടുത്ത് ഇരിക്കുന്നു എന്നതും പെർക്കുലേഷൻ ആൻഡ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, which of the following is not a barrier method of birth control? കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ആണ് ഇവിടെ താഴെ കുറെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ബാരിയർ മെത്തേഡ് അല്ലാത്തത് ഏതൊക്കെ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ വോൾസ് ഉണ്ട്, ഡയഫ്രംസ്, സ്റ്റെറിലൈസേഷൻ ആൻഡ് സർവൈക്കൽ കേസ്. സോ നമുക്കറിയണം ഏതൊക്കെയാണ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ്. കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് പല കാറ്റഗറീസ് ആയിട്ടുണ്ട്. വി ഹാവ് നാച്ചുറൽ മെത്തേഡ്സ് which includes the periodic abstinence, അതുപോലെ തന്നെ ലാക്ടേഷൻ ലാമിനറി, അതേപോലെ തന്നെ കോയിറ്റസ് ഇന്ററപ്റ്റസ്, ഇതൊക്കെ വരുന്നത് നാച്ചുറൽ മെത്തേഡ്സ് ആണ്. സെക്കൻഡ് വൺ ആണ് ബാരിയർ മെത്തേഡ്സ്. ബാരിയർ മെത്തേഡ്സിലാണ് കോണ്ടംസ്, ഡയഫ്രംസ്, സർവൈക്കൽ ക്യാപ്സ്, വോൾസ്, ഇതൊക്കെ വരുന്നത് ബാരിയർ മെത്തേഡ്സ് ആണ്. നെക്സ്റ്റ് ആണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് അല്ലെങ്കിൽ IUDs എന്ന് പറഞ്ഞാൽ ഇതിൽ നോൺ മെഡിക്കേറ്റഡ് IUDs ഉണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾസ് ആണ് ലിപ്സ് ലൂപ്പ്. പിന്നെ അതേപോലെ തന്നെ കോപ്പർ റിലീസിംഗ് ഉണ്ട്. കോപ്പർ റിലീസിംഗിന്റെ എക്സാമ്പിൾ ആണ് കോപ്പർ 7, കോപ്പർ T ഒക്കെ വരുന്നത്. ഹോർമോൺ റിലീസിംഗ് ഉണ്ട്, ദാറ്റ് ഈസ് LNG20, പ്രൊജസ്റ്റാസേർട്ട് ഒക്കെ വരുന്ന. ആൻഡ് ദർ ആർ പിൽസ്, ഓറൽ പിൽസ് വരുന്നുണ്ട്, ഓറൽ പിൽസ്. ആൻഡ് ഫൈനലി ദർ ആർ ഇംപ്ലാന്റ്സ്. ആൻഡ് ഫൈനലി ദർ ഈസ് സർജിക്കൽ മെത്തേഡ്. സർജിക്കൽ മെത്തേഡ് ഓഫ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ആണ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റെറിലൈസേഷൻ. ഇവിടെ S ആണ് വരുന്നത്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ നമുക്ക് നോക്കാം ഇതിൽ ഏതാണ് ബാരിയർ മെത്തേഡ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വോൾസ്, ഡയഫ്രംസ് ആൻഡ് സർവൈക്കൽ ക്യാപ്സ് ആർ ദ ബാരിയർ മെത്തേഡ്സ്. സ്റ്റെറിലൈസേഷൻ ഇവിടെ Z ആണ് കൊടുത്തത്. സ്റ്റെറിലൈസേഷൻ ആക്ച്വലി ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ മെത്തേഡ്സ് ആണ്. ദ പ്രൊസീജിയർ ഇൻ വിച്ച് ഓൾ ദ ബാക്ടീരിയ, ഓൾ ദ മൈക്രോ ഓർഗാനിസംസ് ആർ എലിമിനേറ്റഡ്. ബട്ട് ദ സർജിക്കൽ മെത്തേഡ് ഓഫ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ് ഈസ് ദ സ്റ്റെറിലൈസേഷൻ. ഇവിടെ S ആണ്, സ്റ്റെറിലൈസേഷൻ. സോ ഇതിൽ എന്തൊക്കെ പറഞ്ഞാലും ദ ഓപ്ഷൻ വരുന്നത് സ്റ്റെറിലൈസേഷൻ ആണ്. ബട്ട് സ്റ്റെറിലൈസേഷൻ ഹിയർ ഇൻഡിക്കേറ്റ്സ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ മെത്തേഡ്, ബട്ട് ദ സ്റ്റെറിലൈസേഷൻ ഇൻഡിക്കേറ്റ്സ് ദ സർജിക്കൽ മെത്തേഡ് ഓഫ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്.